പല സ്ഥലങ്ങളിലും പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ബീച്ചിലും പാർക്കിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നവർ അല്ലെ. വലിയ മല കയറാൻ വേണ്ടി ഇപ്പോൾ മഞ്ഞുമതി കുന്ന്, അതുപോലെ വലിയ എവറസ്റ്റ്, കൊടുമുടി, അങ്ങനെ വലിയ മലകൾ കയറാൻ വേണ്ടി ഒരുപാട് സമയങ്ങളും എഫക്റ്റ് എടുത്ത് ഒരുപാട് സമയം ചെലവഴിച്ച് നമ്മൾ വിചാരിക്കും ഇവർക്കുന്ന വട്ടാണോ, ഇവരെന്തിനാ ഇത്ര വലിയ ദൂരം പോയി ഇത്ര വലിയ മല കയറുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ. ഒരുപാട് ഇപ്പോൾ മലപ്പുറത്ത് വലിയ കുന്നില്ല മലയുള്ള സ്ഥലത്തൊക്കെ ഇവിടുന്നൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് കാണാൻ ട്രാവലിങ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ചില ആളുകൾ ഇങ്ങനെ പുസ്തകങ്ങൾ വാങ്ങി വാങ്ങി കൂട്ടുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് പുസ്തകങ്ങൾ, വലിയ വലിയ നമ്മളത്തൊക്കെ ഒരു പുസ്തകം ഇത്രയും വലിയ പുസ്തകങ്ങളാണ്. അങ്ങനത്തെ ഒരുപാട് പുസ്തകങ്ങൾ. ചിലർക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലർക്ക് ഭയങ്കര ഫുഡിനോട് ഭയങ്കര കമ്പമുള്ള ആളുകളുണ്ട്. എവിടെയെങ്കിലും ചെന്ന് എത്ര ദൂരമായാലും ചെന്നിട്ട് അവിടുത്തെ ആ ഫുഡ് കഴിക്കാം, അവിടുത്തെ ടേസ്റ്റ് അറിയാം. അതിന് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് വീഡിയോസൊക്കെ അവിടെ സാധനം നല്ല സാധനമുണ്ട്, അവിടെ നല്ല ഫുഡുണ്ട്, അതിന് ഫുഡ് തന്നെ അവൻ്റെ ജീവിതം, അവൻ്റെ ലൈഫ് എന്താ വെച്ചാൽ അവിടെയും പോകാൻ നല്ല ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് അതിനോടാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യന്മാർ, നമ്മൾ ഭയങ്കര മടിയന്മാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മടിയാണ്. കാരണം ഓരോരാളെ ഇഷ്ടമാണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇപ്പോൾ ഹെയർ കട്ടിങ്ങിന് വേണ്ടി പണം ചിലവഴിക്കുന്ന ആളുകൾ, ലക്ഷങ്ങൾ ചിലവാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മുടി അവർ അങ്ങനെ നിൽക്കണം, അങ്ങനെ നിർത്തിക്കണം, അങ്ങനെ ആക്കണം, ഒന്നും വെളുക്കരുത്, അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കരുത്, കൊയ്യരുത്. അപ്പോൾ അതിനു വേണ്ടി ചിലവാക്കും. കാരണം മനുഷ്യന് ഇഷ്ടമുള്ളതിന് വേണ്ടി അവൻ എന്തും ചിലവഴിക്കാൻ സന്നദ്ധനാണ്. ഇപ്പോൾ വ്യായാമം ചെയ്യണം. ഞാൻ പറഞ്ഞു മനുഷ്യന്മാർ നമ്മൾ മടിയന്മാരാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മടിയന്മാരാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ പറയുകയാണ് ഒരു 3 മണിക്കൂർ ഡെയിലി നടക്കണം, ഭയങ്കര ഷുഗർ ഉണ്ട് നിങ്ങൾക്ക്, രാവിലെ നടക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്തിന് പ്രശ്നമുണ്ട്, തടി കൂടിയിട്ടുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് 2 മണിക്കൂർ നടക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നടക്കാൻ തയ്യാറാകും. അതെന്താ വെച്ചാൽ ഹെൽത്തിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല. നേരെ മറിച്ച് സാധാരണ ഒരാളോട് 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രാവിലെ 15 മിനിറ്റ് ഡെയിലി. ഭയങ്കര മടിയനാണ് നമ്മൾ മനുഷ്യന്മാർ. ഇപ്പോൾ ഷട്ടിലൊക്കെ ബാറ്റൊക്കെ വാങ്ങി വെക്കുന്നത്, നമ്മളിപ്പോൾ ഷട്ടിൽ കളിക്കാറുണ്ട് സാധാരണ. ഈ ബാറ്റൊക്കെ നമ്മൾ വാങ്ങി വെച്ച് ഡെയിലി കളിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പ് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കുട്ടികൾ വരും കളിക്കാൻ, പിന്നെ കുട്ടികളുണ്ടാവും രാവിലെ, പിന്നെ വൈകിട്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. കുട്ടികൾക്ക് പോലും ചില കളിയോട് അവർക്ക് ഇഷ്ടമില്ല. ക്രിക്കറ്റും ഫുട്ബോളിനോട് ഇഷ്ടമില്ല കുട്ടികളെ നമ്മൾ ഷട്ടിൽ കളിക്കാൻ വിളിച്ചാൽ വരില്ല, അവർക്ക് ഇഷ്ടമില്ല. അതുപോലെ നമ്മൾ ക്രിക്കറ്റ് പന്ത് കളിയൊക്കെ കളിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കുട്ടിയെ കളിക്കാൻ വിളിക്കാൻ. എൻ്റെ ഒരു അയക്കുള്ളിൽ ഒരു കുട്ടിയുണ്ട്, എത്ര വിളിച്ചാലും ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനൊന്നും ഭയങ്കര മടിയാണ്. അങ്ങനെ പൊതുവേ മൊത്തത്തിൽ നമ്മൾ മടിയന്മാരാണ്. ഇപ്പോൾ ഇത്രയും വിഷയം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മടി മാറാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് പ്രാക്ടീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകുണ്ട്. നമ്മളെ മനസ്സിനെ കുറിച്ച് അവർ പറയാറുണ്ട്. ഈ പഠനം നടക്കുന്ന ആളുകൾ ഒരു കുട്ടിക്കുരങ്ങനെ പോലെയാണ് നമ്മുടെ ഹൃദയം. അതിങ്ങനെ കുട്ടിക്കുരങ്ങ് മദ്യപിച്ചു എന്നാണ് അവർ പറയാറ്. കുട്ടിക്കുരങ്ങ് മദ്യപിച്ചു എന്തായിരിക്കും അവസ്ഥ? അതുപോലെ നമ്മളെ മനസ്സിങ്ങനെ ചാടി ചാടി അവിടെ പോയി ഇവിടെ പോയി, അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ ഒരു പീരീഡ് 15 മിനിറ്റ് 20 മിനിറ്റാണ് ഒരു പീരീഡ് ക്ലാസ് ഉണ്ടാവുക. എന്തുകൊണ്ടങ്ങനെ? അതിനപ്പുറം നമ്മളെ പിടിച്ചിരുത്താൻ നമ്മളെ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് സമയം ഒരു ക്ലാസ്, ഇപ്പോൾ 2-3 മണിക്കൂർ ക്ലാസ് കേൾക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അത് അവർ ട്രെയിൻ ചെയ്ത് മെല്ലെ മെല്ലെ ആയിട്ട് ഒരുപാട് കേൾക്കുന്ന ആളുകൾ. ഇപ്പോൾ ഞാനൊക്കെ 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ക്ലാസ് കേൾക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താൽ മറിച്ചാൽ പൊതുവേ നമ്മൾ മടിയനാണ്. പൊതുവേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ പിടിച്ച് ഇരിക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ആ മടി മാറാൻ എന്താ വഴി? നമ്മളിപ്പോൾ ഷട്ടിലും ബാറ്റൊക്കെ വാങ്ങി കളിക്കാൻ തീരുമാനിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് എന്നും ചെയ്യുമെന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കാരണം എന്നും ചെയ്യുന്നതിനോട് മനസ്സിന് വെറുപ്പാണ്, മടുപ്പാണ്. ഒരിക്കലും മനസ്സത് ഇഷ്ടപ്പെടുന്നില്ല. എന്നും ഒരു കാര്യങ്ങൾ സ്ഥിരമായി എന്നും ചെയ്യാമെന്ന് മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. മാറി മാറി സമയത്ത് ചെയ്യാം. അപ്പോൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ പോലും സ്ഥിരമായി രാവിലെ പോയി ജിമ്മ് സ്റ്റാർട്ടൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. പിന്നെയോ പിന്നെ അത് കുറഞ്ഞ് വരും. പിന്നെ പോവുകയില്ല, മടിയാവും. കാരണം എന്താ? സ്ഥിരമായി നമ്മൾ പോകണമെന്നൊന്നും മനസ്സിൽ നമ്മൾ ചിന്ത തന്നെ. അങ്ങനെ ചിന്തിക്കരുത്. 2-3 ദിവസം ജിമ്മിന് പോകണം, ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കളക്കാലോ, ഒന്ന് വായക്ക് തെങ്ങിന് തലവിടാം, അങ്ങനത്തെ പണിയെടുക്കാം. ശാരീരിക വ്യായാമമാണല്ലോ അതും. വെള്ളം കോരി കൊണ്ടുവരാം വീട്ടിലേക്ക്, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് കയറാം, ഒരു 100 പ്രാവശ്യം 50 പ്രാവശ്യം സ്റ്റെപ്പ് കയറിയാൽ മതി. അത് നല്ല വ്യായാമമായി ജിമ്മിന് പകരം. അങ്ങനെ മാറി ജിമ്മ് ചെയ്യുക, മാറിയില്ല. അപ്പോൾ പുസ്തകം വായിക്കുന്ന ആളുകൾ മടിയാണെങ്കിൽ മൊത്തം ഇത് വായിച്ച് തീർക്കാമെന്ന് ചിന്തിക്കരുത്. ഒരു പേജ് വായിക്കണം,
എന്നിട്ട് വേണം അടുത്ത പേജ് വായിക്കണം. എന്നിട്ട് വേണം അടുത്ത പേജ് വായിക്കുന്നത് ചിന്തിക്കാൻ. അപ്പോൾ നമുക്ക് അത്ര മടി ഉണ്ടാവില്ല. ഇപ്പോൾ ഡെയിലി കളിക്കണം ചിന്തിക്കുക. ഡെയിലി ഇത് ഇന്നൊരു 10 മിനിറ്റ് കളിക്കണം, ഇന്ന് 10 മിനിറ്റ് കളിക്കാൻ പോവാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കണം, എന്നിട്ട് ശേഷം വേണമെങ്കിൽ 10 മിനിറ്റ് നടക്കാം. അങ്ങനെ വേണം മെല്ലെ 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 ആയിട്ട് വേണം ഒരുപാട് ചെയ്യാൻ. നമുക്കറിയാം ഏതൊരു മേഖലയിൽ അങ്ങനെയാണ്, പതിയെ പതിയാണല്ലോ. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഈ സ്റ്റെപ്പ് തേച്ചും കയറണം ചിന്തിച്ചാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. നേരെ മറിച്ച് ഒരു 4 സ്റ്റെപ്പ് കയറി വെക്കാം, പിന്നെ 4 കയറാം, അങ്ങനെ ചിന്തിച്ചാൽ നോക്കിയാൽ എളുപ്പമായിരിക്കും അത്. അങ്ങനെ ഏത് കാര്യം, പുസ്തകം വായിക്കുന്നതാണെങ്കിൽ വ്യായാമമാണെങ്കിൽ എല്ലാം അല്പമായി. പിന്നെ എന്നും ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പോൾ എന്നും വായക്ക് വെള്ളടിക്കും അങ്ങനെ ചിന്തിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വായക്ക് വെള്ളടിക്കും, ഇടയ്ക്ക് ഭാര്യനെ ഏൽപ്പിക്കാം, മക്കളെ ഏൽപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷം ആവേശം ഉണ്ടാവും. പലരും ഏത് സമയത്തും ഇപ്പോൾ രാവിലെ ഇപ്പോൾ എണീച്ച സമയമാണ്, നമ്മൾ ഫുൾ എനർജിയിലായി. രാവിലെ എണീച്ച സമയത്തൊക്കെ നമ്മൾ ഭയങ്കര എനർജി ഡള്ളായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലും നല്ല വീഡിയോസൊക്കെ കാണാം, നല്ല ക്ലാസ്സൊക്കെ കേൾക്കാം. അങ്ങനെ നമ്മളെ എനർജീനെ നമ്മൾ ഉഷാറാക്കി വെക്കണം. അതേപോലെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ സ്ഥിരമായി ഇത് ചെയ്യാമെന്നല്ല, മറിച്ച് കുറച്ച് ചെയ്ത് ഉഷാറാകും. പിന്നെ നമ്മളെ മനസ്സ് മെരുക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര സമയമാണ് ക്ലാസ് കേൾക്കാം, ഏത് മല വേണമെങ്കിൽ കയറാം, എത്ര സമയമാണെങ്കിൽ രാവിലെ നടക്കാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് അത് ചെയ്ത് എടുക്കുന്നത് വരെ എന്ത് ചെയ്യണം, പതിയെ ചെയ്താൽ മതി, കുറച്ച് ചെയ്താൽ മതി, വിട്ട് ചെയ്താൽ മതി, മാറി ദിവസങ്ങൾ. ഞാൻ പറഞ്ഞത് മൊത്തം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.